വന്ദേമാതരം നമ്മുടെ രാഷ്ട്രീയ ചർച്ചയുടെ ഒരു കേന്ദ്രമായിരിക്കുന്ന സമയത്ത് എന്താണ് വന്ദേമാതരം, അതിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്താണ്, RSS എങ്ങനെയാണ് അതിനൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. വന്ദേമാതരം എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൻ്റെ ഭാഗമായിട്ട് വരുന്ന കവിതയാണ് അല്ലെങ്കിൽ ഗാനമാണ്. ഇതൊരു മുദ്രാവാക്യം പോലെയാണ് നോവലിൽ ഉപയോഗിക്കുന്നത്. ആനന്ദമഠം എഴുതാൻ ബങ്കിം ചന്ദ്രനെ പ്രേരിപ്പിച്ച ഒരു നടന്ന സംഭവമുണ്ട്. 1770കളിൽ ബംഗാളിൽ വളരെ വലിയൊരു ക്ഷാമം നടന്നു. ഈ ക്ഷാമത്തിൽ ഏകദേശം 1 കോടി മനുഷ്യരോളം അന്ന് മരണപ്പെടുന്നുണ്ട്. 1 കോടി മനുഷ്യരെന്ന് പറയുന്നത് അന്നത്തെ ബംഗാൾ ജനതയുടെ 1/3 വിഭാഗം മനുഷ്യരാണ് മരണപ്പെടുന്നത്. പക്ഷേ ബ്രിട്ടൻ നികുതി പിരിക്കുന്നതിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്തില്ല. ഈ നിർബന്ധിത നികുതി പിരിവിനെതിരെ അന്നത്തെ സന്യാസി സമൂഹങ്ങൾ, മുസ്ലിം സൂഫികളായുള്ള ഫക്കീർമാർ, നാഗസന്യാസിമാരൊക്കെ അടങ്ങുന്ന സന്യാസി വിഭാഗം ബ്രിട്ടനെതിരെ ഒരു കലാപത്തിന് മുതിരുന്നുണ്ട്. ഒരു തരം ഗൊറില്ല മോഡൽ ആക്രമണമായിരുന്നു അത്. ആയുധപ്പുരകളും ധാന്യപ്പുരകളും കൊള്ളയടിച്ച് ഈ ധാന്യങ്ങൾ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് വിതരണം ചെയ്തു കൊടുക്കും. ഏകദേശം 40 വർഷമാണ് ഈ കലാപം നീണ്ടു നിന്നത്. സൂഫി സന്യാസി മജ്നൂൻ ഷാ പോലെയുള്ള ആളുകൾ മരണപ്പെട്ടതിന് ശേഷം ഈ കലാപം അടിച്ചമർത്തപ്പെടുകയായിരുന്നു. മജ്നൂൻ ഷായുടെ ഖബറിടം ഇന്നും നമ്മുടെ കാൺപൂരിലുണ്ട്. ഞാൻ അത് പോയി കണ്ടിട്ടുള്ള ആളാണ്. ഈ സംഭവം നടന്ന് 70 വർഷത്തിന് ശേഷമാണ് ബ്രിട്ടീഷ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി, അദ്ദേഹം അന്ന് ഡെപ്യൂട്ടി കളക്ടറോ മറ്റോ ആയിരുന്നു, അദ്ദേഹം ആനന്ദമഠം എന്ന പേരിൽ ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി നോവൽ തയ്യാറാക്കുന്നത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നേരിട്ട് ബ്രിട്ടനെ പരാമർശിക്കുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. ആദ്യം ഒരു മാഗസിനിലാണ് ഇത് വരുന്നതെങ്കിലും പിന്നീട് അത് പുസ്തക രൂപത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് തിരുത്തലുകൾ വരുത്തുന്നുണ്ട്. ഇതിനകത്ത് തിരുത്തലുകൾ എന്ന് പറയുന്നത് സന്യാസി കലാപത്തിൽ മുസ്ലിം ഫക്കീർമാർ വരെ ഉണ്ടായിരുന്നെങ്കിലും നോവലിലേക്ക് വന്നപ്പോൾ അത് ഹിന്ദു സന്യാസിമാർ മാത്രമായിട്ട് മാറുന്നുണ്ട്. സന്യാസിമാരുടെ കലാപം ബ്രിട്ടനെതിരെ ആയിരുന്നെങ്കിലും നോവലിലേക്ക് വരുമ്പോൾ അത് നവാബിയൻ സൈന്യത്തിന് നേരെയുള്ള കലാപമാക്കി മാറ്റുന്നുണ്ട്. കർഷകലാപം നടക്കുന്ന സമയത്ത് ഏകദേശം 80% ഹിന്ദു സമീന്തർമാരായിരുന്നു ഭരിച്ചിരുന്നത്. സമീന്തർമാരാണ് നികുതി പിരിച്ച് നവാബിനെ ഏൽപ്പിക്കുന്നത്. നവാബിൻ്റെ മുകളിലാണ് ബ്രിട്ടൻ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു 3 തലത്തിലാണ് ഇത് വർക്ക് ചെയ്തിരുന്നത്. ക്രൂരമായ നികുതി പിരിവ് നടത്തുന്ന ശരിക്കും ഹൈന്ദവ സമീന്തർമാരായിരുന്നു. പക്ഷെ ആനന്ദമഠത്തിലേക്ക് എത്തുമ്പോൾ ഇവരെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഒരിക്കലും കാണിക്കുന്നില്ല. മറിച്ച് ഇതിലെ ഒരു നായകൻ, മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നായകൻ, തൻ്റെ ജനതയുടെ കഷ്ടപ്പാടിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമീന്ദാർ പദവിയിൽ നിന്നും ഉപേക്ഷിച്ച് പുറത്തു വരുന്ന ഒരാളായിട്ടാണ്, അങ്ങനെ ഒരു വിചിത്രമായ ഭാവനയിലാണ് ബങ്കിംചന്ദ്രൻ ഈ നോവൽ എഴുതുന്നത്. നോവലിൽ വരുന്ന മുസ്ലിം കഥാപാത്രങ്ങൾ ഒന്ന് നവാബുമാരാണ്, അല്ലെങ്കിൽ നവാബുമാരുടെ സൈന്യമാണ്. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് കൊള്ളയടിക്കാൻ വരുന്ന മുസ്ലിം സമൂഹമാണ്. ഈ പറയുന്ന മഹേന്ദ്രനെ അടക്കം കൊള്ളയടിക്കാൻ ഈ മുസ്ലിം കലാപകാരികൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ള നരേഷൻ കൂടി ആനന്ദമഠം മുന്നോട്ട് വെക്കുന്നുണ്ട്. സന്യാസി കലാപത്തെ ബ്രിട്ടൻ ശരിക്കും അടിച്ചമർത്തുകയായിരുന്നു. അതേസമയം നോവലിലേക്ക് വരുമ്പം വീണ്ടും വിചിത്രമായിട്ടുള്ള ഒരു ഭാവന അവിടെ നടക്കുന്നുണ്ട്. സത്യാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള സന്യാസി സമൂഹം ഈ യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും ബ്രിട്ടൻ്റെ ഭരണം തന്നെ മുന്നോട്ട് പോകട്ടെ, അതാണ് ഇന്ത്യൻ സമൂഹത്തിന് നല്ലത്, അതായത് ഭാരത സമൂഹത്തിന് നല്ലത് എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. ആനന്ദമഠം എഴുതുന്നതിന് മുമ്പ് തന്നെ വന്ദേമാതരം എന്ന കവിത എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഈ കവിത പിന്നീട് വന്ദേമാതരത്തിലേക്ക് ആഡ് ചെയ്യുകയായിരുന്നു. ആനന്ദമഠത്തിൻ്റെ പുതിയ പതിപ്പുകളിൽ 1, 2, 3 പതിപ്പുകൾ വരുന്ന സമയത്ത് ഇദ്ദേഹം ഡെപ്യൂട്ടി കളക്ടറാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ പതിപ്പ് സംഭവിക്കുമ്പോഴും അതിൽ ബ്രിട്ടനോടുള്ള വിയോജിപ്പുകൾ കുറഞ്ഞു വരികയും അവിടെയെല്ലാം പകരം നവാബിയൻ സൈന്യത്തിനോടുള്ള വിയോജിപ്പായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. 1ാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഈ ആനന്ദമഠം പുസ്തകമായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകവും വന്ദേമാതരവും സ്വാതന്ത്ര്യ സമരക്കാരെ ഏറ്റെടുത്തു. ഭാരത് മാത എന്നൊരു സങ്കല്പം തന്നെ ഉണ്ടായി. കൊൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ വന്ദേമാതരം ആലപിക്കുന്നുണ്ട്. അതിനുശേഷമാണ് കോൺഗ്രസ് വന്ദേമാതരത്തെ ഒരു സമരഗീതമായിട്ട് പരിഗണിക്കുന്നത്. ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തുന്നതിന് ശേഷമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നത് ഒരു ബഹുജന പ്രക്ഷോഭമായിട്ട് മാറുന്നത്. പിന്നീട് തുടർച്ചയായ വർഷങ്ങളിൽ വന്ദേമാതരം ഇന്ത്യൻ സമൂഹം ആലപിക്കുന്നുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നൊക്കെയുണ്ട്. 1930കളിലാണ് വന്ദേമാതരം ഒരു തർക്ക വിഷയമായിട്ട് മാറുന്നത്. 1937 പ്രവിശ്യകളിലേക്ക് നടന്ന നിയമസഭാ ഇലക്ഷനുകളിൽ കോൺഗ്രസിന് മൃഗീയമായ ഭൂരിപക്ഷം ലഭിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് തീരുമാനിക്കുന്നത് ഓരോ നിയമസഭാ സമ്മേളനത്തിന് മുൻപായിട്ടും വന്ദേമാതരം ആലപിക്കണമെന്നുള്ളതായിരുന്നു. ഇതിനെ ജിന്ന ശക്തമായിട്ട് എതിർത്തു. വന്ദേമാതരത്തിലെ വരികൾ ഇസ്ലാമിക വിശ്വാസത്തിന് എതിരായിരുന്നായിരുന്നു ജിന്ന വാദിച്ചിരുന്നത്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഏകദൈവ വിശ്വാസമാണ്. അതേസമയം വന്ദേമാതരത്തിൽ കാളിദേവി അടക്കം വണങ്ങുന്നതായി സങ്കല്പിക്കുന്നുണ്ട്. വിശ്വാസമാണ് ഉന്നയിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ അതിനകത്ത് ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഒരു ഹൈന്ദവ പാർട്ടിയാണ് എന്നുള്ളൊരു നരേഷൻ അക്കാലങ്ങളിൽ തന്നെ ജിന്ന ഉയർത്തി വരുന്നുണ്ടായിരുന്നു. ചർച്ചകൾക്കൊടുവിൽ വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം പൊതുവേദിയിൽ ആലപിച്ചാൽ മതിയെന്ന തീരുമാനത്തിൽ, സമവായത്തിൽ കോൺഗ്രസ് എത്തുകയായിരുന്നു. പിന്നീട് ഇന്ത്യ വിഭജനം നടന്നു. ഗാന്ധിവാദത്തിന് ശേഷം RSSന് നിരോധിക്കപ്പെട്ടു. ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്താണ് വന്ദേമാതരം വീണ്ടും ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുന്നത്. ഇന്ത്യയുടെ ദേശീയഗാനമായിട്ട് അസംബ്ലിയുടെ മുമ്പിൽ വന്നത് 3 ഗാനങ്ങളായിരുന്നു. വന്ദേമാതരം, സാരേ ജഹാം സേ അച്ഛേ, ജനഗണമന.
ഭരണഘടനാ അസംബ്ലി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒന്നാണെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് കരുതുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ആശയം എന്താണെന്നും അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതും കൃത്യമായിട്ട് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര പിളർപ്പുകളും നമുക്കതിൽ കാണാൻ പറ്റും. ഇന്ന് സംഘപരിവാരം പറയുന്ന പല വാദമുഖങ്ങളും നമുക്ക് ആ ചർച്ചയിൽ കാണാൻ പറ്റും. കോൺഗ്രസ്സുകാർ ഉയർത്തുന്ന ചർച്ചയിൽ കാണാൻ പറ്റും. വന്ദേമാതരത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ കോൺഗ്രസ് ചർച്ചകൾ നടക്കുന്നുണ്ട്. രണ്ട് തരം അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അല്ലാമ ഇക്ബാൽ വിഭജനത്തിന്റെ കൂടെ നിന്നതുകൊണ്ട് തന്നെ സ്വരാജ് ഹംസ ഒഴിവാക്കപ്പെട്ടു. 37 ഫോർമുല പ്രകാരം വന്ദേമാതരവും മാറ്റപ്പെട്ടു. പിന്നീടുള്ളത് ജനഗണമനയാണ്. ജനഗണമന എന്തുകൊണ്ട് ദേശീയ ഗാനമാക്കി മാറ്റിയെന്ന് ചോദിച്ചാൽ അതിന് സാങ്കേതികമായ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. അന്തർദേശീയ തലത്തിൽ ദേശീയഗാനം ചൊല്ലുന്നതിന് 52 സെക്കൻഡ്സ് ആണ് അനുവദിക്കപ്പെട്ടുള്ളത്. അത് ജനഗണമന ഏറെക്കുറെ മാച്ച് ആവുമായിരുന്നു. അതുപോലെ മിലിറ്ററി ബാൻഡുകൾക്കും മറ്റും പെട്ടെന്ന് വായിക്കാനുള്ള ഒരു സൗകര്യവും ജനഗണമനയ്ക്കായിരുന്നു. അതിലുപരി ജനഗണമനയിൽ ഇന്ത്യയിലെ പല പല ദേശങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയും ഇതിനോട് യോജിച്ചിട്ടുണ്ട്. ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്നത് ജനസംഘത്തിന്റെ സ്ഥാപക നേതാവാണ്. 1980-കളിലാണ് വന്ദേമാതരം വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. 1980-കൾ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം മറ്റൊരു ദശാസന്ധിയിലേക്ക് എത്തുന്ന സമയം കൂടിയാണ്. ഷാബാനു കേസ് സംഭവിക്കുന്നു. അയോധ്യ രാമജന്മഭൂമി തർക്കവിഷയമായിട്ട് ഉയർന്നു വരുന്നു. അദ്വാനിയുടെ രഥയാത്രയിലാണ് സംഘപരിവാരം ഇതിനൊരു രാഷ്ട്രീയ ആയുധമായിട്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. RSSനെ സംബന്ധിച്ച് വന്ദേമാതരം എന്ന് പറയുന്നത് രാഷ്ട്രീയ ആയുധം മാത്രമാണ്. സംഘപരിവാറിൻ്റെ സാംസ്കാരിക ദേശീയതയ്ക്ക് മാച്ച് ആവുന്ന രീതിയിലാണ് വന്ദേമാതരം നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ ശാഖകളിൽ വന്ദേമാതരമല്ല ആലപിക്കുന്നത്. നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന RSS അംഗീകരിച്ച ഗാനമാണ് ശാഖകളിൽ ചൊല്ലാറുള്ളത്. 2014 വീണ്ടും ഇത് ചർച്ചകളിലേക്ക് കയറി വരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം വന്ദേമാതരം ചൊല്ലണമെന്നുള്ള പൊതു താല്പര്യ ഹർജികൾ സംഭവിക്കുന്നു. അതിൻ്റെ പേരിൽ കോടതി വിധികൾ ഉണ്ടാവുന്നു. BJP ഭരിക്കുന്ന UP പോലുള്ള സംസ്ഥാനങ്ങളിൽ ലോക്കൽ ബോഡിയിലടക്കം വന്ദേമാതരം ചൊല്ലണമെന്ന് ആവശ്യമുയരുന്നു. അതിൽ വിയോജിപ്പുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിക്കുന്നു. 2026 മാർച്ചിലും 2026 ഓഗസ്റ്റിലുമാണ് 2 കോടതി വിധികൾ വരുന്നത്. വന്ദേമാതരം ഒരു ദേശീയ ഗീതം എന്നുള്ള രീതിയിൽ അതിനെ അപമാനിക്കാൻ പാടില്ല, അവഹേളിക്കാൻ പാടില്ല, ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തടസ്സപ്പെടുത്താൻ പാടില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ ആദ്യത്തെ 2 ചരണങ്ങൾ ചെല്ലുന്നത് ഏതെങ്കിലും രീതിയിൽ ശിക്ഷാർഹമായ നടപടിയാണെന്ന് ഞാൻ കരുതുന്നില്ല.